ഹായ്, നമുക്ക് കേക്ക്സ് ഫില്ലിങ്ങിനും ഡെസേർട്ടിനും ഐസ്ക്രീംസിനും ഒക്കെ ടോപ്പിംഗ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി കോമ്പോട്ടിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് മെയിനായിട്ടും ആവശ്യമുള്ളത് നമ്മുടെ സ്ട്രോബെറീസ് തന്നെയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണേ. ഇപ്പോൾ സ്ട്രോബെറീസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറി കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10-15 മിനിറ്റോളം നമ്മുടെ സ്ട്രോബെറീസിനെ കുറച്ച് ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ കുറച്ച് വിനെഗറും ബേക്കിംഗ് സോഡയും ചേർത്ത വെള്ളത്തിലോ ഇട്ട് വയ്ക്കുക. അതിനുശേഷം അത് നന്നായി കഴുകിയെടുക്കുക. ഇനി നമ്മുടെ സ്ട്രോബെറീസിനെ ഡൈസ്ഡായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത സ്ട്രോബെറീസ് ഏകദേശം നമുക്കൊരു 566 ഗ്രാമോളം കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാൻ വെച്ച് നമ്മുടെ സ്ട്രോബെറീസും ഷുഗറും ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ട്രോബെറീസും ഷുഗറും പെട്ടെന്ന് ഇൻകോർപ്പറേറ്റ് ആവുന്നതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ ഇതിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
സിറപ്പ് ഒന്ന് തിക്കായി വരുമ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്ട്രോബെറീസിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ടിന് ഒരു നല്ല കളർ കൊടുക്കാനും ഇത് സഹായിക്കും. ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം എല്ലാം വറ്റി സ്ട്രോബെറിയിൽ നിന്നുള്ള ജ്യൂസസ് എല്ലാം ഇറങ്ങി ഒരു സിറപ്പി കൺസിസ്റ്റൻസിയിലേക്ക് ആവുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലോറും ബാക്കിയുള്ള വെള്ളത്തിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് നമ്മുടെ സ്ട്രോബെറി സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിമിനെ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മാത്രമേ കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ സിറപ്പ് പെട്ടെന്ന് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സിറപ്പ് നല്ല റെഡ് കളറും കൺസിസ്റ്റൻസിയും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, നമ്മുടെ സ്ട്രോബെറീസ് കുക്കാവുന്ന സമയത്ത് ചെറുതായി അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഓവറായി സ്മാഷ് ചെയ്യാനും പാടില്ല കേട്ടോ. നമ്മുടെ സ്ട്രോബെറീസ് ചങ്ക്സായി കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി കമ്പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ സ്ട്രോബെറി കമ്പോട്ട് ഒരു 6 മന്തോളം കേടാവാതെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയും. ഫ്രിഡ്ജിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തോളം യൂസ് ചെയ്യാനും പറ്റും. നന്നായി ചൂടാറിയ കോമ്പൗണ്ടിൻ്റെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണേ. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് ചെയ്യാനും അതോടൊപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അവരെ കൊണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.